ഹൈഡാസ്പസ് യുദ്ധത്തിൽ പോറസിനെ തോൽപ്പിച്ചത് ആര്? അലക്സാണ്ടർ ചക്രവർത്തി. BC 326 അലക്സാണ്ടർ ചക്രവർത്തിയും പുരു രാജാവും തമ്മിൽ നടന്ന ഹൈഡാസ്പസ് യുദ്ധം ഇന്നത്തെ പഞ്ചാബിലെ ജലം നദിക്കരയിലാണ് നടന്നത്. അലക്സാണ്ടർ വിജയിച്ചുവെങ്കിലും പോറസിന്റെ ധീരയിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിന് രാജ്യം തിരികെ നൽകി. ഭൂനികുതി എവിടെയാണ് അടയ്ക്കുന്നത്? വില്ലേജ് ഓഫീസിൽ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായ വില്ലേജ് ഓഫീസിലാണ് സാധാരണയായി ഭൂനികുതി അടയ്ക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി? ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1982, 1991 മുതൽ ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1982 സ്ഥാപിതമായ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുറന്ന സർവകലാശാല. വിദൂര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഈ സ്ഥാപനം 1991 ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. യൂറോപ്പിന്റെ അറക്കമില്ലം എന്നറിയപ്പെടുന്ന രാജ്യം? സ്വീഡൻ. സ്വീഡനെ യൂറോപ്പിന്റെ അറക്കമില്ലം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. വനസമ്പത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. തടി വ്യവസായം, പ്രത്യേകിച്ച് മരം മുറിക്കലും തടി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും സ്വീഡന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പാമ്പ് ഉൾപ്പെടെയുള്ള ഉരഗങ്ങളില്ലാത്ത വൻകര? അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള വൻകരയാണ് അന്റാർട്ടിക്ക. അതിശൈത്യം കാരണം പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഉരഗങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. ഇവിടുത്തെ കാലാവസ്ഥ അവയുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമല്ല. ഇന്ത്യയുടെ ഹൃദയമെന്നറിയപ്പെടുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മധ്യപ്രദേശിനെ ഇന്ത്യയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നു. കൂടാതെ സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പൈതൃകവും വൈവിധ്യമാർന്ന വന്യജീവി സമ്പത്തും ഈ സംസ്ഥാനത്തിനുണ്ട്. ഏറ്റവുമധികം വലുപ്പമുള്ള ശിശുവിനെ പ്രസവിക്കുന്ന ജീവി? നീലത്തിമിംഗലം. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലമാണ് ഏറ്റവുമധികം വലുപ്പമുള്ള ശിശുവിനെ പ്രസവിക്കുന്നത്. ഇവയുടെ കുഞ്ഞുങ്ങൾക്ക് ജനനസമയത്ത് ഏകദേശം 25 അടി നീളവും 3 ടൺ ഭാരവുമുണ്ടാകും. ഏറ്റവുമധികം വലുപ്പമുള്ള ഹൃദയമുള്ള ജീവി? നീലത്തിമിംഗലം. നീലത്തിമിംഗലത്തിനാണ് ജീവികളിൽ ഏറ്റവും വലിയ ഹൃദയമുള്ളത്. ഇതിന് ഒരു ചെറിയ കാറിന്റെ വലുപ്പവും ഏകദേശം 600 കിലോഗ്രാം ഭാരവും ഉണ്ടാകും. ഇത് അതിന്റെ ഭീമാകാരമായ ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്ന സ്ഥലം? പാടലീപുത്രം. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണകാലത്ത് BC 3-ാം നൂറ്റാണ്ടിൽ പാടലീപുത്രത്തിൽ വെച്ചാണ് ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്നത്. ഭദ്രബാഹുവിന്റെ നേതൃത്വത്തിൽ ശ്വേതാംബര, ദിഗംബര എന്നിങ്ങനെ ജൈനമതം രണ്ടായി പിരിഞ്ഞത് ഈ സമ്മേളനത്തിന് ശേഷമാണ്. ജനകീയ കവിതയുടെ ശുക്രനക്ഷത്രം എന്ന് നിരൂപകർ വിലയിരുത്തിയ കവി? കുഞ്ചൻ നമ്പ്യാർ. 18-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ മലയാള കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തെ ജനകീയ കവിതയുടെ ശുക്രനക്ഷത്രം എന്ന് നിരൂപകർ വിശേഷിപ്പിക്കുന്നു. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ നമ്പ്യാർ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കവിതകൾ എഴുതി. ജസ്റ്റിസ് ഫാത്തിമ ബീവി ഗവർണറായ സംസ്ഥാനം? തമിഴ്നാട്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് എം. ഫാത്തിമ ബീവി തമിഴ്നാടിന്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1997 മുതൽ 2001 വരെയായിരുന്നു അവരുടെ സേവനകാലം. ഈ പദവിയിലെത്തിയ ആദ്യ മുസ്ലിം വനിത കൂടിയായിരുന്നു അവർ. രക്താർബുദത്തിന്റെ വൈദ്യശാസ്ത്രനാമം? ലുക്കീമിയ. രക്താർബുദം സാധാരണയായി ലുക്കീമിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് രക്തത്തിലും മജ്ജയിലും കാണുന്ന അർബുദമാണ്. ശ്വേതരക്താണുക്കളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ഈ രോഗത്തിന്റെ പ്രധാന സവിശേഷത. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചും അമേരിക്കൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി? ജോൺ എഫ് കെന്നഡി. 1917 ജനിച്ച ജോൺ എഫ് കെന്നഡിയാണ് 20-ാം നൂറ്റാണ്ടിൽ ജനിക്കുകയും അമേരിക്കൻ പ്രസിഡന്റാവുകയും ചെയ്ത ആദ്യത്തെ വ്യക്തി. 1961 മുതൽ 1963 അദ്ദേഹത്തിന്റെ കൊലപാതകം വരെയായിരുന്നു പ്രസിഡന്റ് പദവി.
ശീതയുദ്ധകാലത്തെ ഒരു പ്രമുഖ നേതാവായിരുന്നു അദ്ദേഹം. അബ്രഗനിയായ കോഡർമ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അബ്രഖനന പ്രദേശങ്ങളിലൊന്നാണ് ജാർഖണ്ഡിലെ കോഡർമ. ലോകത്തിലെ തന്നെ വലിയ അബ്രനിക്ഷേപങ്ങളുള്ള പ്രദേശങ്ങളിൽ ഒന്നാണിത്. ഇലക്ട്രോണിക്സ്, പെയിന്റ് വ്യവസായങ്ങളിൽ അബ്രം വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 1978. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം വന്യജീവി സങ്കേതത്തെ 1978-ൽ ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. വംശനാശഭീഷണി നേരിടുന്ന വരയാടുകളുടെ പ്രധാന ആവാസകേന്ദ്രമാണ് ഈ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം കൂടിയാണിത്. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി. അരിയുടെ തവിടിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തയാമിൻ, B1, റൈബോഫ്ലാവിൻ, B2, നിയാസിൻ, B3 എന്നിവ. ഈ വിറ്റാമിനുകൾ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഇടതുപക്ഷത്തിന്റെയും BJP-യുടെയും പിന്തുണയോടെ ഭരിച്ച പ്രധാനമന്ത്രി VP സിംഗ്. 1989-ൽ അധികാരത്തിലെത്തിയ വിശ്വനാഥ് പ്രതാപ് സിംഗ് ജനതാദൾ മുന്നണിയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ സർക്കാരിന് ഇടതുപക്ഷ കക്ഷികളുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പുറത്തുനിന്നുള്ള പിന്തുണയുണ്ടായിരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. അഭിജ്ഞാനശാകുന്തളം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വില്യം ജോൺസ്. കാളിദാസന്റെ പ്രശസ്തമായ സംസ്കൃത നാടകമായ അഭിജ്ഞാനശാകുന്തളം ഇംഗ്ലീഷിലേക്ക് ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് സർ വില്യം ജോൺസാണ്. 1789-ൽ ഈ പരിഭാഷ പുറത്തിറങ്ങി. ഇത് പാശ്ചാത്യലോകത്ത് ഇന്ത്യൻ സാഹിത്യത്തിന് വലിയ പ്രാധാന്യം നേടിക്കൊടുത്തു. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം? ഒട്ടകം. ഒട്ടകങ്ങളെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിളിക്കുന്നു. മരുഭൂമിയിലെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള പ്രത്യേക കഴിവുകൾ ഇവയ്ക്കുണ്ട്. ഇവയ്ക്ക് വെള്ളവും ഭക്ഷണവുമില്ലാതെ ദീർഘകാലം ജീവിക്കാൻ കഴിയും. ഇന്ത്യയിൽ ഏറ്റവുമധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? അസം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തേയില ഉൽപ്പാദക സംസ്ഥാനമാണ് അസം. ലോകത്തിലെ തന്നെ മികച്ച തേയില ഉൽപ്പാദന പ്രദേശങ്ങളിൽ ഒന്നാണിത്. അസം തേയില അതിന്റെ തനതായ രുചിക്കും സുഗന്ധത്തിനും പേരുകേട്ടതാണ്. ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവം? വൃക്ക. വിജയകരമായി ആദ്യമായി മാറ്റിവെച്ച മനുഷ്യാവയവം വൃക്കയാണ്. 1954-ൽ അമേരിക്കയിൽ റിച്ചാർഡ് ഹെറിക്ക് എന്ന രോഗിക്ക് അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരന്റെ വൃക്ക മാറ്റിവെച്ചു. ഡോക്ടർ ജോസഫ് മറയായിരുന്നു ഈ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയിൽ ഏറ്റവുമധികമുള്ള ട്രൈബൽ വിഭാഗം? സന്താൾ. ഇന്ത്യയിലെ ഏറ്റവുമധികം ജനസംഖ്യയുള്ള ആദിവാസി വിഭാഗങ്ങളിൽ ഒന്നാണ് സന്താൾ. പ്രധാനമായും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ ഇവർ അധിവസിക്കുന്നു. സ്വന്തമായ ഭാഷയും സാംസ്കാരിക പൈതൃകവുമുള്ളവരാണ് ഇവർ. നിവർന്നു നടക്കാൻ കഴിയുന്ന പക്ഷി? പെൻഗ്വിൻ. നിവർന്നു നിൽക്കാനും നടക്കാനും കഴിയുന്ന പക്ഷികളാണ് പെൻഗ്വിനുകൾ. ഇവയ്ക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും ജലത്തിൽ നീന്തുന്നതിൽ അസാമാന്യ കഴിവുണ്ട്. അന്റാർട്ടിക്ക പോലുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ പ്രധാനമായും കാണപ്പെടുന്നത്. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോലി സംവരണം. കേരളത്തിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് സർക്കാർ ജോലികളിലെ പ്രാതിനിധ്യം സംബന്ധിച്ച പഠനത്തിനായി നിയോഗിച്ച കമ്മീഷനാണ് നരേന്ദ്രൻ കമ്മീഷൻ. ജോലി സംവരണത്തിലെ പിന്നോക്കാവസ്ഥ കണ്ടെത്തുകയും അത് പരിഹരിക്കാനുള്ള ശുപാർശകൾ നൽകുകയും ചെയ്യുക എന്നതായിരുന്നു കമ്മീഷന്റെ പ്രധാന ചുമതല. രക്തചംക്രമണത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ? അഡ്രിനാലിൻ. അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ എന്നത് അഡ്രിനൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. ഇത് പോരാടുക അല്ലെങ്കിൽ പലായനം ചെയ്യുക, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന പ്രതികരണത്തിന് കാരണമാകുന്നു. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, രക്തചംക്രമണം എന്നിവയെ ഇത് ഉത്തേജിപ്പിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വൻതോതിൽ ഉൽപാദനം നടത്തുന്ന സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായ നഗരം? ജംഷഡ്പൂർ. ജംഷഡ്പൂർ നഗരം ഇന്ത്യയിലെ വ്യാവസായിക വികസനത്തിൽ ഒരു നാഴികക്കല്ലാണ്.
ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ 1907 ഇവിടെ സ്ഥാപിതമായി. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട സ്റ്റീൽ പ്ലാന്റായിരുന്നു ഇത്. ബിൽ ഗേറ്റ്സ് ഏതു മേഖലയിൽ കഴിവ് തെളിയിച്ച ആളാണ്? വിവരസാങ്കേതികവിദ്യ. മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകനായ ബിൽ ഗേറ്റ്സ് വിവരസാങ്കേതികവിദ്യ മേഖലയിലെ ഒരു അതികായനാണ്. പേഴ്സണൽ കമ്പ്യൂട്ടിംഗിനെ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ലോകത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ആന്ധ്രാപ്രദേശ് ഏത് നേതാവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. 1982 സ്ഥാപിതമായ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 1991 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതിനും അദ്ദേഹത്തോടുള്ള ആദരസൂചകമായും ആയിരുന്നു ഈ പേരുമാറ്റം. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം ഇന്ത്യ നടത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 4ാം പഞ്ചവത്സര പദ്ധതി. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു സ്മൈലിംഗ് ബുദ്ധ എന്ന് പേര് നൽകി. ഈ പരീക്ഷണം 4ാം പഞ്ചവത്സര പദ്ധതിയുടെ 1969 മുതൽ 1974 വരെ അവസാന ഘട്ടത്തിലാണ് നടന്നത്. ശാസ്ത്രീയ സമാധാന ആവശ്യങ്ങൾക്കായിരുന്നു പരീക്ഷണമെന്നാണ് ഇന്ത്യ അവകാശപ്പെട്ടത്. അക്ബറിനെ ഏറ്റവുമധികം സ്വാധീനിച്ച അന്യമതം? ക്രിസ്തുമതം. മുഗൾ ചക്രവർത്തിയായ അക്ബർ എല്ലാ മതങ്ങളെയും ആദരിക്കുകയും മതപരമായ സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇബാദത്ത് ഖാനയിൽ നടന്ന ചർച്ചകളിലൂടെ അദ്ദേഹത്തിന് ക്രിസ്തുമതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. പോർച്ചുഗീസ് ജെസ്യൂട്ട് മിഷണറിമാരുമായി നടത്തിയ ആശയവിനിമയങ്ങൾ അദ്ദേഹത്തെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചു. ഗീതാരഹസ്യം രചിച്ചത്? ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനുമായിരുന്ന ബാലഗംഗാധര തിലകൻ രചിച്ച ഒരു ദാർശനിക ഗ്രന്ഥമാണ് ഗീതാരഹസ്യം. ഭഗവദ്ഗീതയുടെ ഒരു വ്യാഖ്യാനമാണിത്. മാണ്ഡലെ ജയിലിൽ വെച്ചാണ് അദ്ദേഹം ഈ കൃതി എഴുതിയത്. രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര്? വില്യം ഹാർവി. രക്തചംക്രമണ വ്യവസ്ഥയെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായി വിശദീകരിച്ചത് ഇംഗ്ലീഷ് വൈദ്യശാസ്ത്രജ്ഞനായ വില്യം ഹാർവിയാണ്. 1628 അദ്ദേഹം തന്റെ ദ മോട്ടു കോഡസ് എന്ന ഗ്രന്ഥത്തിലൂടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുകയും ശരീരം മുഴുവൻ രക്തം ചംക്രമണം ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ച് വിവരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ സെന്റർ? ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ സംപ്രേക്ഷണ കേന്ദ്രം ന്യൂഡൽഹിയിൽ 1959 സെപ്റ്റംബർ 15 ആരംഭിച്ചു. ഇത് ദൂരദർശന്റെ തുടക്കമായിരുന്നു. വിദ്യാഭ്യാസപരമായ പരിപാടികൾ സംപ്രേക്ഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് തുടക്കമിട്ട രാജ്യം? USA. ഇന്റർനെറ്റിന്റെ അടിസ്ഥാനമായ കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് തുടക്കമിട്ടത് അമേരിക്കൻ ഐക്യനാടുകളാണ്. ശീതയുദ്ധകാലത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ARPANET എന്ന പേരിലാണ് ഇത് വികസിപ്പിച്ചത്. പിന്നീട് ഇത് ലോകമെമ്പാടുമുള്ള ഒരു പൊതു ശൃംഖലയായി വളർന്നു. ഇന്ത്യയിലെ ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്നത്? ഭുവനേശ്വർ. ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിനെ ക്ഷേത്രനഗരം എന്ന് വിളിക്കുന്നു. നൂറുകണക്കിന് പുരാതന ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. കലിംഗ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ അവസാനത്തെ രാജ്യം? സിംബാബ്വെ. രാജ്യങ്ങളുടെ പേര് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ എഴുതുമ്പോൾ അവസാനമായി വരുന്നത് സിംബാബ്വെയാണ്. സിംബാബ്വെ തെക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് സിംബാബ്വെ. ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇത് 1980 സ്വാതന്ത്ര്യം നേടിയത്. കുശാനവംശത്തിലെ ഏറ്റവുമധികം മഹാൻ? കനിഷ്കൻ. കുശാന സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബുദ്ധമതം വലിയ പ്രചാരം നേടി. സിൽക്ക് റൂട്ടിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. അമേരിക്കയുടെ രാഷ്ട്രപിതാവ്? ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റും സ്ഥാപക പിതാക്കന്മാരിൽ പ്രമുഖനുമാണ്. അമേരിക്കൻ വിപ്ലവയുദ്ധത്തിൽ അദ്ദേഹം സൈന്യത്തെ നയിച്ചു.
അദ്ദേഹത്തെ അമേരിക്കയുടെ രാഷ്ട്രപിതാവായി കണക്കാക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റി ഇഗ്നോ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ യൂണിവേഴ്സിറ്റിയായി കണക്കാക്കപ്പെടുന്നു. വിദൂര വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഡിജിറ്റൽ പഠനത്തിന് ഇത് വലിയ പ്രാധാന്യം നൽകുന്നു. ബ്രിട്ടീഷുകാർ മയ്യഴി കൈവശപ്പെടുത്തിയത് ഏതു വർഷത്തിൽ? AD 1779. AD 1779 ബ്രിട്ടീഷുകാർ മയ്യഴി മാഹി ഫ്രഞ്ചുകാരിൽ നിന്ന് കൈവശപ്പെടുത്തി. മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലിയുടെ പിന്തുണയോടെയാണ് ഫ്രഞ്ചുകാർ മയ്യഴി കൈവശം വച്ചിരുന്നത്. ഇത് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. രാജ്യസഭയിൽ ഇപ്പോൾ എത്ര തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്? 233. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ പരമാവധി 250 അംഗങ്ങളാകാം. ഇതിൽ 238 പേരെ സംസ്ഥാന നിയമസഭകളിലെ MLAമാർ തിരഞ്ഞെടുക്കുന്നു. ബാക്കി 12 അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട 233 അംഗങ്ങളാണ് ഉള്ളത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സാഹസികകൃത്യങ്ങൾ വിവരിക്കുന്ന ഇബ്ൻ ബത്തൂത്തയുടെ കൃതി സഫർനാമ. മൊറോക്കൻ സഞ്ചാരിയായിരുന്ന ഇബ്ൻ ബത്തൂത്തയുടെ യാത്രാവിവരണ ഗ്രന്ഥമാണ് റീഹ്ല അഥവാ സഫർനാമ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഇന്ത്യയിൽ സന്ദർശനം നടത്തുകയും രാജാവിന്റെ സാഹസികമായ പല ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചും ഇതിൽ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാനോ കാർ നിർമ്മിക്കുന്ന കമ്പനി ടാറ്റ. ലോകത്തിലെ ഏറ്റവും വിലകുറഞ്ഞ കാറുകളിലൊന്നായി ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയ മോഡലായിരുന്നു ടാറ്റ നാനോ. സാധാരണക്കാർക്ക് സ്വന്തമായി ഒരു കാർ എന്ന ആശയം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടാറ്റ ഇത് വികസിപ്പിച്ചത്. ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സാംഭാജിനഗർ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിന്റെ പേര് ഛത്രപതി സാംഭാജിനഗർ എന്ന് അടുത്തിടെ മാറ്റുകയുണ്ടായി. മറാഠ ഭരണാധികാരിയായ ഛത്രപതി സാംഭാജിയുടെ ഓർമ്മയ്ക്കായാണ് ഈ പേര് നൽകിയത്. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ പേരിലാണ് മുൻപ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം കന്യാകുമാരി. ഇന്ത്യൻ ഉപദ്വീപിന്റെ പ്രധാന ഭൂഭാഗത്തിന്റെ തെക്കേയറ്റമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ സംഗമിക്കുന്ന സ്ഥലമാണിത്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇൻഡസ് പോയിന്റ്, ആൻഡമാൻ നിക്കോബാർ ആണ്. ജാട്ട് ഭരണാധികാരികളിൽ ഏറ്റവുമധികം ശക്തൻ സൂരജ് മാൽ. ഭരത്പൂരിലെ ജാട്ട് രാജാവായിരുന്ന മഹാരാജ സൂരജ് മാൽ ഭരണകാലം 1755 മുതൽ 1763 വരെ ജാട്ട് ഭരണാധികാരികളിൽ ഏറ്റവും ശക്തനായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജാട്ട് സാമ്രാജ്യം അതിന്റെ പരമോന്നതിയിലെത്തി. അകൊൻകാഗ്വ കൊടുമുടി ഏത് രാജ്യത്ത്? അർജന്റീന. തെക്കേ അമേരിക്കയിലെ ആൻഡിസ് പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അകൊൻകാഗ്വ. അർജന്റീനയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പർവ്വതാരോഹകരുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നതുമൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് അസാധാരണമായി കുറയുന്നത് ഹൈപ്പോകാൽസെമിയ, ടെറ്റനി എന്ന അവസ്ഥയ്ക്ക് കാരണമാകാം. ഇത് പേശിവലിവ്, കോച്ചിപ്പിടുത്തം, ഞരമ്പുകളുടെ അമിത ഉത്തേജനം എന്നിവയിലേക്ക് നയിച്ചേക്കാം. പാരാതൈറോയിഡ് ഹോർമോണിന്റെ അപര്യാപ്തത ഒരു കാരണമാണ്. ഇന്ത്യ ഗവൺമെന്റ് 2005 ആരംഭിച്ച ഭാരത് നിർമ്മാൺ പദ്ധതിയുടെ ലക്ഷ്യം ഗ്രാമവികസനം. ഭാരത് നിർമ്മാൺ എന്നത് 2005 ഭാരത സർക്കാർ ഗ്രാമീണ വികസനം ലക്ഷ്യമിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ജലസേചനം, റോഡുകൾ, കുടിവെള്ളം, ഭവനം, ഗ്രാമീണ വൈദ്യുതീകരണം, ഗ്രാമീണ ടെലിഫോൺ കണക്ടിവിറ്റി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. ഇത് വിമാനയാത്രാ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ്. വൈദ്യുതിയുടെ ഏറ്റവും മികച്ച ചാലകം വെള്ളി. വെള്ളിക്ക് ഉയർന്ന വൈദ്യുത ചാലകതയുണ്ട്, കാരണം അതിന്റെ ആറ്റങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ധാരാളമായി കാണപ്പെടുന്നു. ഇത് വൈദ്യുതിയെ ഏറ്റവും കാര്യക്ഷമമായി കടത്തിവിടാൻ സഹായിക്കുന്നു.
1971-ലെ ഇന്ത്യ-പാക് യുദ്ധസമയത്ത് പ്രതിരോധ മന്ത്രിയായിരുന്നത്? ജഗ്ജീവൻ റാം. 1971-ലെ ഇന്ത്യ-പാക് യുദ്ധസമയത്ത് ജഗ്ജീവൻ റാം ആയിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. ബംഗ്ലാദേശ് വിമോചനത്തിന് നിർണായക പങ്കുവഹിച്ച ഈ യുദ്ധം ഡിസംബർ 3 മുതൽ 16 വരെ നീണ്ടുനിന്നു. കൈച്ചൂലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഏതുതരം മേഘങ്ങളാണ്? സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങൾ ആകാശത്ത് നേർത്തതും തൂവൽ പോലെയുള്ളതുമായ രൂപങ്ങളിൽ കാണപ്പെടുന്നു. പലപ്പോഴും ഇവയെ കൈച്ചൂലിന്റെ ആകൃതിയുള്ള മേഘങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇവ ഉയരത്തിൽ കാണുന്ന മേഘങ്ങളാണ്. ഇന്ത്യയുടെ ചന്ദ്രനിലേക്കുള്ള യാത്രാ പദ്ധതി? ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 എന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു. ഇത് 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചു. ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിൽ ഈ ദൗത്യം നിർണായക പങ്ക് വഹിച്ചു. ഗദ്യരൂപത്തിലുള്ള ഏകവേദം? യജുർവേദം. യജുർവേദം പ്രധാനമായും യാഗങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വേണ്ടിയുള്ള ഗദ്യമന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് 4 വേദങ്ങളിൽ ഒന്നാണ്. ഹോതാവിനു വേണ്ടിയുള്ള മന്ത്രങ്ങളാണ് ഇതിൽ പ്രധാനം. ഇന്ത്യയുടെ നെല്ലറ? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് പരമ്പരാഗതമായി ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നു. കാരണം ഇവിടെ നെല്ല് ഉത്പാദനം വളരെ കൂടുതലാണ്. കൃഷ്ണ, ഗോദാവരി നദികളുടെ ഫലഭൂയിഷ്ഠമായ ഡെൽറ്റ പ്രദേശങ്ങൾ ഇതിന് സഹായകമാകുന്നു. ഇന്ത്യയുടെ മെലഡി ക്വീൻ എന്നറിയപ്പെടുന്നത്? ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഗായികമാരിൽ ഒരാളാണ്. മെലഡി ക്വീൻ എന്ന വിശേഷണം അവരുടെ മനോഹരവും ശ്രുതിമധുരവുമായ ആലാപനത്തിന് ലഭിച്ച അംഗീകാരമാണ്. ഗദ്യവും പദ്യവും ഇടകലർത്തി രചിക്കുന്ന സാഹിത്യരൂപം? ചമ്പു. ചമ്പു എന്നത് ഗദ്യവും പദ്യവും ഇടകലർത്തി രചിക്കുന്ന ഒരുതരം സാഹിത്യരൂപമാണ്. സംസ്കൃതത്തിലും മലയാളത്തിലും ഈ ശൈലിയിൽ ധാരാളം കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഘനജലത്തിന്റെ രാസനാമം? ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഘനജലം ഹെവി വാട്ടർ എന്നത് സാധാരണ ജലത്തിലെ ഹൈഡ്രജനു പകരം ഡ്യൂട്ടീരിയം എന്ന ഐസോഡോപ്പ് അടങ്ങിയതാണ്. ഇതിന്റെ രാസനാമം ഡ്യൂട്ടീരിയം ഓക്സൈഡ് D2O എന്നാണ്. ഹമ്മിങ് പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ട്രിനിഡാഡ്. കരീബിയൻ രാജ്യമായ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഹമ്മിങ് പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്നു. ലോകത്ത് ഏറ്റവുമധികം ഹമ്മിങ് പക്ഷിവർഗങ്ങൾ കാണപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണിത്. ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ? കന്യാകുമാരി. തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇതൊരു പ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ്. ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? കോയമ്പത്തൂർ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഇന്ത്യയുടെ മോട്ടോർ സ്പോർട്സ് തലസ്ഥാനമായി അറിയപ്പെടുന്നു. ഇവിടെ നിരവധി റേസിംഗ് ട്രാക്കുകളും മോട്ടോർ സ്പോർട്സ് പരിപാടികളും നടക്കാറുണ്ട്. ഹർഷ് നിഹലോകവാസം വെടിഞ്ഞ വർഷം? AD 647. വർധന രാജവംശത്തിലെ പ്രഗത്ഭനായ ചക്രവർത്തിയായിരുന്നു ഹർഷവർദ്ധനൻ. AD 647-ൽ അദ്ദേഹം അന്തരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ശിഥിലമായി. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം? മുംബൈ. മഹാരാഷ്ട്രയിലെ മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി അറിയപ്പെടുന്നു. രാജ്യത്തെ പ്രധാന ബാങ്കുകൾ, ഓഹരി വിപണികൾ, കോർപ്പറേറ്റ് ആസ്ഥാനങ്ങൾ എന്നിവയുടെ കേന്ദ്രമാണിത്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ്? മുഹമ്മദ് ഇക്ബാൽ. ഇൻക്വിലാബ് സിന്ദാബാദ്, വിപ്ലവം നീനാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ഉറുദു കവിയും രാഷ്ട്രീയക്കാരനുമായ മുഹമ്മദ് ഇക്ബാലാണ്. പിന്നീട് ഭഗത് സിംഗ് ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പ്രചരിപ്പിച്ചു. ഗാന്ധിജിയുടെ അമ്മ? പുത്ലിബായി. മഹാത്മാഗാന്ധിയുടെ അമ്മയാണ് പുത്ലിബായി. അവർ പോർബന്തറിലെ ദിവാനായിരുന്ന കരംചന്ദ് ഗാന്ധിയുടെ 4ാമത്തെ ഭാര്യയായിരുന്നു. ജൂതന്മാരുടെ ആരാധനാലയം? സിനഗോഗ്. ജൂതമ വിശ്വാസികളുടെ പ്രധാന ആരാധനാലയമാണ് സിനഗോഗ്. ഇവിടെ അവർ പ്രാർത്ഥന നടത്തുകയും മതപരമായ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു.
ഇലക്ട്രോഎൻസെഫലോഗ്രാം ഇഇജി കണ്ടുപിടിച്ചത് ഹാൻസ് ബർഗർ 1929. തലച്ചോറിന്റെ വൈദ്യുത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോഎൻസെഫലോഗ്രാം ഇഇജി 1929 ജർമ്മൻ സൈക്യാട്രിസ്റ്റായ ഹാൻസ് ബർഗറാണ് കണ്ടുപിടിച്ചത്. ഇത് തലച്ചോറുമായി ബന്ധപ്പെട്ട രോഗനിർണയത്തിന് സഹായകമാണ്. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷൻ താക്കർ കമ്മീഷൻ. 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് എം.പി. താക്കറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മീഷനാണ് താക്കർ കമ്മീഷൻ. വധത്തിനു പിന്നിലെ ഗൂഢാലോചനയും സുരക്ഷാ വീഴ്ചകളും കമ്മീഷൻ അന്വേഷിച്ചു. ജൂതരുടെ മതഗ്രന്ഥം തോറ. തോറ എന്നത് ജൂതമതത്തിലെ വിശുദ്ധ ഗ്രന്ഥമാണ്. ഇത് ഹീബ്രു ബൈബിളിന്റെ ആദ്യ 5 പുസ്തകങ്ങളെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ചൈനയുടെ ദേശീയ ഗാനമായ മാർച്ച് ഓഫ് ദ വോളണ്ടിയേഴ്സ് രചിച്ചത് ടിയാൻഹാൻ. മാർച്ച് ഓഫ് ദ വോളണ്ടിയേഴ്സ് എന്നത് ചൈനയുടെ ദേശീയ ഗാനമാണ്. ഇത് ടിയാൻഹാൻ രചിച്ചതും നീയർ സംഗീതം നൽകിയതുമാണ്. റോബോട്ടിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് എമൻബർഗർ. ആധുനിക റോബോട്ടിക്സിന്റെ പിതാവായി ജോസഫ് എമൻബർഗർ അറിയപ്പെടുന്നു. ആദ്യത്തെ വ്യാവസായിക റോബോട്ടായ യൂണിമേറ്റ് അനിമേറ്റ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ച ഇംഗ്ലീഷ് സാമൂഹിക പരിഷ്കർത്താവ് ജോൺ റസ്കിൻ. ജോൺ റസ്കിന്റെ അൺടു ദിസ് ലാസ്റ്റ് അൺടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം മഹാത്മാഗാന്ധിയെ ആഴത്തിൽ സ്വാധീനിച്ചു. ഈ പുസ്തകം ഗാന്ധിജിയുടെ സർവോദയ തത്വചിന്തയ്ക്ക് അടിത്തറയിട്ടു. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ തീരുമാനിച്ച വർഷം 1963. 1963 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത്. മയിൽ സൗന്ദര്യത്തിന്റെയും ചാരുതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇലക്ട്രിക് റേസർ കണ്ടുപിടിച്ചത് ആര്? ജേക്കബ് ഷിക്ക്. ആദ്യത്തെ ഇലക്ട്രിക് റേസർ 1928 ജേക്കബ് ഷിക്ക് ആണ് കണ്ടുപിടിച്ചത്. ഇത് ഷേവിംഗ് രീതികളിൽ വിപ്ലവം സൃഷ്ടിച്ചു. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാവ് എന്ന് വിളിച്ചത് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് മഹാത്മാഗാന്ധിയെ ആദ്യമായി മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയുടെ നിസ്വാർത്ഥ സേവനങ്ങളെയും ഉന്നതമായ ആദർശങ്ങളെയും മാനിച്ചാണ് ഈ പേര് നൽകിയത്. സാൽവദോർ ദാലിയുമായി ബന്ധപ്പെട്ട കല ചിത്രകല. സ്പാനിഷ് സർറിയലിസ്റ്റ് ചിത്രകാരനായ സാൽവദോർ ദാലി അതിശയകരവും സ്വപ്നസമാനവുമായ ചിത്രങ്ങൾക്ക് പേരുകേട്ടതാണ്. അദ്ദേഹത്തിന്റെ ദി പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി ഒരു ലോകപ്രശസ്ത ചിത്രമാണ്. ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഝാൻസി റാണി. 1857 ഇന്ത്യൻ കലാപത്തിലെ ധീരയായ നേതാവായിരുന്ന ഝാൻസി റാണി ലക്ഷ്മിബായിയെ ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അവരുടെ ധൈര്യവും നേതൃത്വവും പ്രശസ്തമാണ്. ഇലക്ട്രോകാർഡിയോഗ്രാം ഇസിജി കണ്ടുപിടിച്ചത് വില്യം അയൻതോവൻ. ഹൃദയത്തിന്റെ വൈദ്യുത പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന ഇലക്ട്രോകാർഡിയോഗ്രാം ഇസിജി ഡച്ച് ശരീരശാസ്ത്രജ്ഞനായ വില്യം അയൻതോവൻ ആണ് കണ്ടുപിടിച്ചത്. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 360. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണിയുണ്ടാകുമ്പോൾ രാഷ്ട്രപതിക്ക് ഇത് പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥ. ഹൈപ്പോഗ്ലൈസീമിയ എന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലും താഴെ പോകുന്ന അവസ്ഥയാണ്. പ്രമേഹ രോഗികളിൽ ഇൻസുലിന്റെ അമിത ഉപയോഗം മൂലമോ മറ്റ് കാരണങ്ങളാലോ ഇത് സംഭവിക്കാം. കായംകുളം താപനിലയത്തിലെ ഇന്ധനം നാഫ്ത. കായംകുളത്തെ NETPC രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റിൽ പ്രധാനമായും ഇന്ധനമായി ഉപയോഗിക്കുന്നത് നാഫ്തയാണ്. ഇതൊരു പെട്രോളിയം ഉൽപ്പന്നമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്.
സ്കോട്ടിഷ് തത്വചിന്തകനും സാമ്പത്തിക വിദഗ്ധനുമായ ആഡം സ്മിത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. ദി വെൽത്ത് ഓഫ് നേഷൻസ്, ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന അദ്ദേഹത്തിന്റെ കൃതി പ്രശസ്തമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം കോർബറ്റ് ദേശീയോദ്യാനം 1936 സ്ഥാപിച്ച ജിം കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ഇത് ബംഗാൾ കടുവകളെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്. സാർ രാജവംശം ഭരിച്ചിരുന്ന രാജ്യം റഷ്യ. സാർ എന്നത് റഷ്യൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരെ സൂചിപ്പിക്കുന്ന ഒരു പദവിയാണ്. സാറിസ്റ്റ് റഷ്യ നൂറ്റാണ്ടുകളോളം റഷ്യയെ ഭരിച്ചു. 1917 റഷ്യൻ വിപ്ലവം വരെ ഇത് നിലനിന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയിച്ച ബ്രിട്ടീഷ് നിയമജ്ഞൻ സിറിൽ റാഡ്ക്ലിഫ്. 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തിരേഖ നിർണയിച്ചത് ബ്രിട്ടീഷ് നിയമജ്ഞനായ സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു. ഈ അതിർത്തി റാഡ്ക്ലിഫ് രേഖ എന്നറിയപ്പെടുന്നു. സാസ് രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശം. സാർസ്, സെവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നത് ഒരുതരം വൈറസ് രോഗമാണ്. ഇത് പ്രധാനമായും ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു. കടുത്ത ശ്വാസകോശ അണുബാധയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത സംസ്ഥാന തലസ്ഥാനം ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരവും സംസ്ഥാന തലസ്ഥാനവുമാണ് ചണ്ഡീഗഡ്. പ്രശസ്ത ഫ്രഞ്ച് വാസ്തുവിദ്യ വിദഗ്ധനായ ലെ കോർബ്യൂസിയർ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഹരിയാന സംസ്ഥാനത്തെ പ്രധാന നദി ഗഗ്ഗർ. ഗഗ്ഗർ നദി ഹരിയാനയിലെ ഒരു പ്രധാന നദിയാണ്. മൺസൂൺ കാലത്ത് മാത്രം നീരൊഴുക്കുള്ള ഈ നദി ഗഗ്ഗർ ഹക്ര നദീതട വ്യവസ്ഥയുടെ ഭാഗമാണ്. സാമുവൽ ഹാനിമാൻ ഏത് രാജ്യക്കാരനായിരുന്നു? ജർമ്മനി. ഹോമിയോപ്പതിയുടെ സ്ഥാപകനായ സാമുവൽ ഹാനിമാൻ ജർമ്മൻ ഭിഷഗ്വരനായിരുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സാരീതികൾ ലോകമെമ്പാടും പ്രചാരത്തിലായി. സാമുഗഡ് യുദ്ധം ഏത് മുഗൾ ചക്രവർത്തിയുടെ സിംഹാസനമാണ് ഉറപ്പിച്ചത്? ഔറംഗസേബ്. 1658 നടന്ന സാമുഗഡ് യുദ്ധം ഷാജഹാനുശേഷം ഔറംഗസേബിന്റെ സിംഹാസനം ഉറപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ യുദ്ധത്തിൽ ഔറംഗസേബ് തന്റെ സഹോദരൻ ദാരാ ഷിക്കോവിനെ പരാജയപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ M.A. അയ്യങ്കാർ. M.A. അയ്യങ്കാർ മാതമ്പക്കം അയ്യങ്കാർ ലോക്സഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറും പിന്നീട് സ്പീക്കറുമായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമാണ് അദ്ദേഹം. ഹരിയാനയിലെ പ്രധാന ഭാഷ ഹിന്ദി. ഹരിയാന സംസ്ഥാനത്തിലെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഹരിയാനവി പോലുള്ള പ്രാദേശിക ഭാഷാഭേദങ്ങളും ഇവിടെ സംസാരിക്കപ്പെടുന്നു. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം 1919. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1919 എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണത്തിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും പ്രവിശ്യകളിൽ ദ്വിഭരണം ഡ്യാച്ചി നടപ്പിലാക്കുകയും ചെയ്തു. മോണാലിസ എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ലിയോനാർഡോ ഡാവിഞ്ചി. ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച മോണാലിസ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ്. ഫ്രാൻസിലെ ലൂവ്ർ മ്യൂസിയത്തിൽ ഇത് സൂക്ഷിച്ചിരിക്കുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നി. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഹാരപ്പ 1921 ദയാറാം സാഹ്നിയാണ് കണ്ടെത്തിയത്. ഇത് ഇന്ത്യയിലെ പുരാതന നാഗരികതയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകി. ഹൈഡ്രജൻ ബോംബിന്റെ അടിസ്ഥാന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചെറിയ അണുകേന്ദ്രങ്ങൾ കൂടിച്ചേർന്ന് വലിയ അണുകേന്ദ്രം ഉണ്ടാകുമ്പോൾ വൻതോതിലുള്ള ഊർജ്ജം പുറത്തുവിടുന്നു. ലോകത്തിന്റെ സംവരണശാല എന്നറിയപ്പെടുന്ന രാജ്യം മെക്സിക്കോ. മെക്സിക്കോയെ ലോകത്തിന്റെ സംവരണശാല വേൾഡ് സ്റ്റോർഹൌസ് എന്ന് ചിലപ്പോൾ വിശേഷിപ്പിക്കാറുണ്ട്.
പ്രത്യേകിച്ച് അതിന്റെ സമ്പന്നമായ ധാതു വിഭവങ്ങൾ, പ്രത്യേകിച്ച് വെള്ളി, എണ്ണ എന്നിവയുടെ വലിയ ശേഖരം കാരണമാണിത്. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1984. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിമ്മിനി വന്യജീവി സങ്കേതം 1984-ലാണ് സ്ഥാപിതമായത്. ജൈവവൈവിധ്യത്തിന് പേരുകേട്ട ഈ സങ്കേതം വിവിധതരം സസ്യജന്തുജാലങ്ങളുടെ ആവാസകേന്ദ്രമാണ്. ഹർഷന്റെ തലസ്ഥാനം കനൌജ്. വടക്കേ ഇന്ത്യയിലെ പ്രശസ്തനായ ഭരണാധികാരിയായ ഹർഷന്റെ തലസ്ഥാനം കനൌജ് ആയിരുന്നു. ഹർഷൻ വർദ്ധന രാജവംശത്തിലെ അവസാനത്തെ പ്രധാന ഭരണാധികാരിയായിരുന്നു. ശിവാജി ആഗ്രയിൽ മുഗൾ തലസ്ഥാനം സന്ദർശിച്ച വർഷം 1666. ഛത്രപതി ശിവാജി മഹാരാജ് 1666-ൽ ഔറംഗസേബിന്റെ ക്ഷണമനുസരിച്ച് ആഗ്രയിലെ മുഗൾ ദർബാർ സന്ദർശിച്ചു. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. സാർക്കിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ അബ്ദുൾ അഹ്സാൻ. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, സ്ഥാപിതമായത് 1985-ലാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള അബുൽ അഹ്സാൻ ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി ജനറൽ. ഇരട്ട നഗരം എന്നറിയപ്പെടുന്നത് ബുഡാപെസ്റ്റ്. ഡാന്യൂബ് നദിയുടെ ഇരുകരകളിലുമുള്ള ബുഡയും പെസ്റ്റും ചേർന്നാണ് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് എന്ന ഇരട്ട നഗരം രൂപപ്പെട്ടത്. ഇത് യൂറോപ്പിലെ മനോഹരമായ നഗരങ്ങളിലൊന്നാണ്. ശിവാജി ഛത്രപതിയായ വർഷം 1674. 1674-ൽ റായ്ഗഡ് കോട്ടയിൽ വെച്ച് ശിവാജി ഔദ്യോഗികമായി ഛത്രപതിയായി കിരീടധാരണം ചെയ്തു. ഇത് മറാഠ സാമ്രാജ്യത്തിന്റെ രൂപീകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ശിവാജിയുടെ പിൻഗാമി പുത്രൻ സാംബാജി. ശിവാജിയുടെ പുത്രനും പിൻഗാമിയുമായിരുന്നു സാംബാജി. 1680-ൽ ശിവാജിയുടെ മരണശേഷം സാംബാജി മറാഠ സാമ്രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തു. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരവികുളം നാഷണൽ പാർക്ക് വരയാടുകളുടെ സംരക്ഷണത്തിന് പേരുകേട്ടതാണ്. പശ്ചിമഘട്ടത്തിലെ ഒരു പ്രധാന ജൈവവൈവിധ്യ കേന്ദ്രമാണിത്. സർവ സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പ്. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾക്ക് മറ്റു രക്തഗ്രൂപ്പുകളിൽ നിന്നുള്ള രക്തം സ്വീകരിക്കാൻ കഴിയുന്നതുകൊണ്ട് അവരെ സർവ സ്വീകർത്താവ് എന്ന് വിളിക്കുന്നു. അവരുടെ ചുവന്ന രക്താണുക്കളിൽ A, B എന്നീ ആന്റിജനുകൾ കാണപ്പെടുന്നു. മറാഠകളെ നയിച്ച വനിത താരാബായി. ഛത്രപതി രാജാറാമിന്റെ ഭാര്യയായ താരാബായി മുഗളന്മാർക്കെതിരെ മറാഠ സാമ്രാജ്യത്തെ ധീരമായി നയിച്ച വനിതാ ഭരണാധികാരിയായിരുന്നു. അവരുടെ നേതൃത്വം മറാഠ ചെറുത്തുനിൽപ്പിന് വലിയ സംഭാവന നൽകി. മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം 1937. കേരളത്തിലെ മലബാർ മേഖലയിൽ കർഷകരുടെ അവകാശങ്ങൾക്കായി 1937-ലാണ് ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ടത്. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു. പരാതമായ ഏക സസ്തനി വാമ്പയർ ബാറ്റ്. വവ്വാൽ. വാമ്പയർ വവ്വാലുകൾ, വാമ്പയർ ബാറ്റ്സ്, രക്തം കുടിച്ച് ജീവിക്കുന്ന പരാത സ്വഭാവമുള്ള സസ്തനികളാണ്. ഇവ ദക്ഷിണ, മധ്യ അമേരിക്കൻ വനങ്ങളിൽ കാണപ്പെടുന്നു. ആദ്യത്തെ സ്പേസ് ഷട്ടിൽ ഏതാണ്? കൊളംബിയ. നാസയുടെ സ്പേസ് ഷട്ടിൽ കൊളംബിയ ആയിരുന്നു ആദ്യത്തെ ബഹിരാകാശ വാഹനമായ സ്പേസ് ഷട്ടിൽ. 1981 ഏപ്രിൽ 12-ന് ഇതിന്റെ കന്നിപ്പറക്കൽ നടന്നു. അണുവിന്റെ കേന്ദ്രം ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റദർഫോർഡ്. ഏണസ്റ്റ് റദർഫോർഡ് 1911-ൽ തന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം വഴി അണുവിന്റെ മധ്യത്തിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് അഥവാ അണുകേന്ദ്രമുണ്ടെന്ന് തെളിയിച്ചു. ഇത് ആധുനിക അണുസിദ്ധാന്തത്തിന് അടിത്തറ പാകി. ശിവഗിരിയിൽ നിന്നുത്ഭവിക്കുന്ന നദി പെരിയാർ. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയും സംസ്ഥാനത്തിന്റെ ജീവനാഡിയുമാണിത്. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വൈസ്രോയി
കഴ്സൺ പ്രഭു. കായലുകളും കനാലുകളും കൊണ്ട് സമ്പന്നമായ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന അദ്ദേഹത്തിന്റെ ഭരണകാലം 1899 മുതൽ 1905 വരെയായിരുന്നു. ശിവാജിയുടെ പിതാവ് ഷാഹ്ജി ഭോസലെ. മറാഠ സാമ്രാജ്യ സ്ഥാപകനായ ശിവാജിയുടെ പിതാവായിരുന്നു ഷാഹ്ജി ഭോസലെ. ബിജാപൂർ സുൽത്താനത്തിന് കീഴിലെ ഒരു സൈനിക മേധാവിയായിരുന്നു അദ്ദേഹം. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാബായി ദേശ്മുഖ്. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിതയായിരുന്നു ദുർഗാബായി ദേശ്മുഖ്. അവർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകയും കൂടിയായിരുന്നു. ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെ? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യത്തെ അമ്മത്തൊട്ടിൽ തിരുവനന്തപുരത്ത് 2002 ശിശുക്ഷേമ സമിതി സ്ഥാപിച്ചു. ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് തുടങ്ങിയത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് എപ്പോൾ? 1947 ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജൂലൈ 18 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയത്. ഈ നിയമം ഇന്ത്യയെയും പാകിസ്ഥാനെയും 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കാൻ വ്യവസ്ഥ ചെയ്തു. പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതി പെർമാകൾച്ചർ. പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ ഒരു കൃഷിരീതിയാണ് പെർമാകൾച്ചർ. പ്രകൃതിയിലെ ഘടകങ്ങളെ നശിപ്പിക്കാതെ അവയെ സമന്വയിപ്പിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖ ഉത്തരായന രേഖ. ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖകളിൽ ഒന്നാണ് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇന്ത്യയുടെ 8 സംസ്ഥാനങ്ങളിലൂടെ ഈ രേഖ കടന്നുപോകുന്നു. ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയി. 1999 പാകിസ്ഥാനുമായി ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനപരമായ ബന്ധങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ കരാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സംസ്ഥാനപാത SH1 MC റോഡ് എന്നും അറിയപ്പെടുന്ന സംസ്ഥാനപാത 1 SH1 ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സംസ്ഥാനപാത. ഇത് കഴക്കൂട്ടം മുതൽ അങ്കമാലി വരെ നീളുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് 1920 സെപ്റ്റംബറിൽ ചേർന്ന പ്രത്യേക സമ്മേളനത്തിൽ. 1920 സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. 7-2 ഏതിനും വിത്താണ്? നെല്ല്. 7-2 എന്നത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു നെല്ലിനമാണ്. ഇത് ഉയർന്ന ഉൽപ്പാദനക്ഷമതയും രോഗപ്രതിരോധശേഷിയുമുള്ള ഇനമാണ്. ഒ. ചന്തുമേനോന്റെ പൂർത്തിയാകാത്ത നോവൽ ശാരദ. മലയാളത്തിലെ ആദ്യകാല നോവലിസ്റ്റുകളിൽ പ്രമുഖനായ ഒ. ചന്തുമേനോന്റെ പൂർത്തിയാകാത്ത നോവലാണ് ശാരദ. ഇന്ദുലേഖ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലാണ്. പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് വവ്വാൽ. വലിയ പഴംതീനി വവ്വാലുകളെയാണ് സാധാരണയായി പറക്കുന്ന കുറുക്കൻ, ഫ്ലൈയിങ് ഫോക്സ് എന്ന് വിശേഷിപ്പിക്കാറ്. ഇവയുടെ മുഖത്തിന് കുറുക്കനോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് ഗാർഡൻ ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് ഗാർഡൻ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡനാണ്. വസന്തകാലത്ത് ദശലക്ഷക്കണക്കിന് തുലിപ് പൂക്കൾ ഇവിടെ വിരിയുന്നു. ഭാരതരത്നം ലഭിച്ച ശേഷം അന്തരിച്ച ആദ്യ വ്യക്തി ഭഗവാൻ ദാസ്. 1955 ഭാരതരത്നം ലഭിച്ച ഭഗവാൻ ദാസ് 1958 അന്തരിച്ചു. ഭാരതരത്നം ലഭിച്ചതിനു ശേഷം മരണപ്പെട്ട ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. സിന്ധു നാഗരികതയുടെ ഭാഗമായ ലോഥൽ കണ്ടെത്തിയത് S.R. റാവു.
സിന്ധു നാഗരികതയുടെ പ്രധാന തുറമുഖ നഗരമായിരുന്ന ലോഥൽ ഗുജറാത്തിൽ കണ്ടെത്തിയത് പുരാവസ്തു ഗവേഷകനായ SR റാവു ആണ്. കാൾ മാർക്സിന്റെ മൂലധനം എന്ന കൃതി പുറത്തുവന്ന വർഷം 1867. കാൾ മാർക്സിന്റെ വിഖ്യാത കൃതിയായ ദാസ് കാപ്പിറ്റൽ അഥവാ മൂലധനത്തിന്റെ ആദ്യ വാല്യം 1867 പ്രസിദ്ധീകരിച്ചത്. മുതലാളിത്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നു. പാകിസ്ഥാന്റെ വാണിജ്യ തലസ്ഥാനം കറാച്ചി. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ നഗരവും പ്രധാന തുറമുഖവുമായ കറാച്ചിയെ രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനമായി കണക്കാക്കുന്നു. സിന്ധ് പ്രവിശ്യയുടെ തലസ്ഥാനം കൂടിയാണിത്. മലയാറ്റൂർ ഏത് ജില്ലയിൽ? എറണാകുളം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. മലയാറ്റൂർ കുരിശുമുടി ക്രിസ്ത്യാനികൾക്ക് പുണ്യസ്ഥലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് പോർച്ചുഗീസുകാരാണ്. 1498 വാസ്കോഡ്ഗാമ എത്തിയ ശേഷം 1961 വരെ ഗോവയിൽ അവരുടെ ഭരണം നിലനിന്നിരുന്നു. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് നടന്ന വർഷം 1984. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ്, ഇപ്പോൾ സൗത്ത് ഏഷ്യൻ ഗെയിംസ്, 1984 നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് നടന്നത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള കായികബന്ധം ശക്തിപ്പെടുത്താൻ ഇത് സഹായിച്ചു. മലർന്നു കിടന്നുറങ്ങുന്ന ഒരേയൊരു ജീവി മനുഷ്യൻ. മലർന്നു കിടന്നുറങ്ങുന്ന ചുരുക്കം ചില ജീവികളിൽ ഒന്നാണ് മനുഷ്യൻ. ഇത് മൃഗങ്ങളിൽ പൊതുവെ കാണാത്ത ഒരു ശാരീരിക നിലയാണ്. സർവ്വദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. O നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള വ്യക്തികളുടെ രക്തം ഏത് ഗ്രൂപ്പുകാർക്കും ദാനം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് അവരെ സർവ്വദാതാക്കൾ എന്ന് വിളിക്കുന്നു. ചുവന്ന രക്താണുക്കളിലെ B ആന്റിജനുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ചിറകുകൾ നീന്താൻ ഉപയോഗിക്കുന്ന പക്ഷി പെൻഗ്വിൻ. ചിറകുകൾ പറക്കുന്നതിനു പകരം വെള്ളത്തിൽ നീന്താനായി ഉപയോഗിക്കുന്ന പക്ഷികളാണ് പെൻഗ്വിനുകൾ. ഇവ തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഡാന്യൂബ് നദി ചെന്നുചേരുന്ന കടൽ കരിങ്കടൽ. മധ്യ യൂറോപ്പിലൂടെ ഒഴുകുന്ന ഡാന്യൂബ് നദി ഒടുവിൽ കരിങ്കടലിൽ ചെന്നുചേരുന്നു. ഇത് യൂറോപ്പിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. കാൾ മാർക്സ് അന്തരിച്ച വർഷം 1883. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെയും മൂലധനത്തിന്റെയും കർത്താവായ കാൾ മാർക്സ് 1883 ലണ്ടനിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ ലോകത്തെ വളരെയധികം സ്വാധീനിച്ചു. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം വർണ്ണാന്ധ. ഡാൾട്ടണിസം എന്നത് വർണ്ണാന്ധയുടെ മറ്റൊരു പേരാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജനിതക അവസ്ഥയാണിത്. ഡാർവിൻ ലോകം ചുറ്റി പ്രകൃതി പര്യടനം നടത്തിയ കപ്പലിന്റെ പേര് HMS ബീഗിൾ. ചാൾസ് ഡാർവിൻ തന്റെ പ്രശസ്തമായ പ്രകൃതിപഠന പര്യടനത്തിനായി ഉപയോഗിച്ച കപ്പലായിരുന്നു HMS ബീഗിൾ. ഈ യാത്രയാണ് അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തത്തിന് അടിത്തറ പാകിയത്. തഥാഗതൻ എന്നുമറിയപ്പെടുന്നത് ശ്രീബുധൻ. ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ സിദ്ധാർത്ഥ ഗൗതമൻ തഥാഗതൻ എന്നും അറിയപ്പെടുന്നു. സത്യത്തെ കണ്ടറിഞ്ഞവൻ എന്നാണ് തഥാഗതൻ എന്ന വാക്കിനർത്ഥം. ത്വക്കിന്റെ പുറത്തെ പാളി എപ്പിഡെർമിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്കിന്റെ ഏറ്റവും പുറം പാളിയാണ് എപ്പിഡെർമിസ്. ഇത് ശരീരത്തെ ബാഹ്യമായ ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ധീരനായ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ. ഈ പുസ്തകത്തിൽ അദ്ദേഹം 1920 മുതൽ 1942 വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സംഭവങ്ങൾ വിവരിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാംഗം എന്നിവരുടെ കാലാവധി 5 വർഷം. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭാംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്.
നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി വില്യം ലോറൻസ് ബ്രാഗ്. 1915-ൽ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വില്യം ലോറൻസ് ബ്രാഗ് ആയിരുന്നു ഈ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന് അന്ന് 25 വയസ്സായിരുന്നു പ്രായം. ഹൈഡ്രജനെക്കൂടാതെ സൂര്യനിലുള്ള ഒരു പ്രധാന വാതകം ഹീലിയം. സൂര്യന്റെ പ്രധാന ഘടകങ്ങൾ ഹൈഡ്രജനും ഹീലിയവുമാണ്. ഹൈഡ്രജൻ അണുക്കൾ സംയോജിച്ച് ഹീലിയം രൂപപ്പെടുന്ന പ്രക്രിയയാണ് സൂര്യനിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നത്. കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് രബീന്ദ്രനാഥ ടാഗോർ. ഷാജഹാന്റെ പ്രണയസ്മാരകമായ താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് വിശ്വകവി രബീന്ദ്രനാഥ ടാഗോറാണ്. താജ്മഹലിന്റെ മനോഹാരിതയും ദുഃഖവും അദ്ദേഹം ഈ വാക്കുകളിലൂടെ അവതരിപ്പിച്ചു. ദേശീയ അടിയന്തരാവസ്ഥ ആദ്യമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ 1962 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1962-ൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കേരളീയ മാതൃകയിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മന്ദിരം മട്ടാഞ്ചേരി കൊട്ടാരം. മട്ടാഞ്ചേരി കൊട്ടാരം കേരളീയ വാസ്തുവിദ്യയുടെയും യൂറോപ്യൻ സ്വാധീനത്തിന്റെയും സവിശേഷമായ ഒരു ഉദാഹരണമാണ്. പോർച്ചുഗീസുകാർ 1555-ൽ നിർമ്മിച്ച ഈ കൊട്ടാരം പിന്നീട് ഡച്ചുകാർ പുതുക്കിപ്പണിതു. കേരളീയൻ എന്നറിയപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാർ. പ്രസിദ്ധനായ കവി കുഞ്ചൻ നമ്പ്യാർ കേരളീയൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം തിരുനെൽവേലി 1904. 1904-ൽ ആരംഭിച്ച കൊല്ലം തിരുനെൽവേലി റെയിൽവേ ലൈൻ ആയിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാത. ഇത് തെക്കൻ കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു പ്രധാന മാറ്റം വരുത്തി. ക്വിനൈൻ ലഭിക്കുന്ന സസ്യം സിങ്കോണ. മലേറിയ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ക്വിനൈൻ എന്ന മരുന്ന് സിങ്കോണ സസ്യത്തിന്റെ തൊലികളിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ഇതൊരു പ്രധാന ഔഷധ സസ്യമാണ്. ഹൈപ്പർമെട്രോപ്പിയയുടെ മറ്റൊരു പേര് ദീർഘദൃഷ്ടി. ഹൈപ്പർമെട്രോപ്പിയ എന്നത് ദീർഘദൃഷ്ടിയുടെ ശാസ്ത്രീയ നാമമാണ്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണിത്. ക്വീൻ സിറ്റി എന്നറിയപ്പെടുന്നത് ഫിലാഡൽഫിയ. അമേരിക്കൻ ഐക്യനാടുകളിലെ ഫിലാഡൽഫിയ നഗരത്തെ ക്വീൻ സിറ്റി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു നഗരമാണിത്. രാജീവ് ഗാന്ധി വധം സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ചത് ഡി.ആർ. കാർത്തികേയൻ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ വധം അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ചത് ഡി.ആർ. കാർത്തികേയൻ ആയിരുന്നു. 1991-ൽ ശ്രീപെരുമ്പുതത്തൂരിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഷാ നാമ ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടു? പേർഷ്യൻ. പേർഷ്യൻ ഇതിഹാസ കാവ്യമായ ഷാ നാമ പേർഷ്യൻ ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ഫിർദൌസി രചിച്ച ഈ കൃതി പേർഷ്യൻ സാഹിത്യത്തിലെ ഒരു മാസ്റ്റർ പീസാണ്. ദ ഇൻസൈഡർ എന്ന നോവൽ രചിച്ചത് പി.വി. നരസിംഹറാവു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന പി.വി. നരസിംഹറാവു രചിച്ച നോവലാണ് ദ ഇൻസൈഡർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവങ്ങളാണ് ഈ നോവലിന് ആധാരം. ഷാർക്കി വംശത്തിലെ ഏറ്റവും മഹാൻ ഷംസുദ്ദീൻ ഇബ്രാഹിം 1401 മുതൽ 1440 വരെ. ജോൺപൂരിലെ ഷാർക്കി രാജവംശത്തിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു ഷംസുദ്ദീൻ ഇബ്രാഹിം ഷാ ഷാർക്കി. അദ്ദേഹത്തിന്റെ ഭരണകാലം 1401 മുതൽ 1440 വരെയായിരുന്നു. ഷാർലമെയിൻ ഭരിച്ച രാജ്യം ഫ്രാൻസ്. ഷാർലമെയിൻ ഫ്രാങ്കുകളുടെ രാജാവും പിന്നീട് പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇന്നത്തെ ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും വലിയൊരു ഭാഗം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഖാരിഫ് കാലം ഏത് സമയത്താകുന്നു? ജൂൺ, സെപ്റ്റംബർ.
ഇന്ത്യയിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവാണ് ഖാരിഫ് കൃഷി സീസൺ. ഈ സമയത്താണ് നെല്ല്, ചോളം തുടങ്ങിയ വിളകൾ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഷാങ്ഹായ് നഗരം ഏത് രാജ്യത്താണ്? ചൈന. ചൈനയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് ഷാങ്ഹായ്. ഇത് ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമാണ്. ഷാജഹാൻ നിർമ്മിച്ച തലസ്ഥാന നഗരം? ഷാജഹാനാബാദ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ നിർമ്മിച്ച തലസ്ഥാന നഗരമാണ് ഷാജഹാനാബാദ്. ഇന്നത്തെ പഴയ ഡൽഹി ഈ നഗരത്തിന്റെ ഭാഗമായിരുന്നു. സന്ദേശവാഹകരായി പണ്ട് ഉപയോഗിച്ചിരുന്ന പക്ഷികൾ? പ്രാവ്. പണ്ടുകാലത്ത് ദൂരസ്ഥലങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കാൻ പ്രാവുകളെയാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഇവയുടെ വഴി കണ്ടെത്താനുള്ള കഴിവ് ഇതിനായി പ്രയോജനപ്പെടുത്തി. സരോജിനി നായിഡു അന്തരിച്ച വർഷം? 1949. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു 1949 മാർച്ച് 2 അന്തരിച്ചു. സ്വാതന്ത്ര്യസമര സേനാനിയും കവയിത്രിയും ഉത്തർപ്രദേശിന്റെ ആദ്യ ഗവർണറുമായിരുന്നു അവർ. ഹൈന്ദവധർമ്മോദ്ധാരകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്? ശിവാജി. മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവാജി മഹാരാജ് ഹൈന്ദവധർമ്മോദ്ധാരകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ഹിന്ദുമതത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ക്രിപ്സ് മിഷനെ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലേക്ക് അയച്ച ക്രിപ്സ് മിഷനെ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച ബ്രിട്ടീഷ് നിർദ്ദേശങ്ങൾ അപര്യാപ്തമാണെന്ന് അദ്ദേഹം കരുതി. ഗൂഗിൾ എന്നത് ഒരു ______ ആണ്. സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ്. വിവരങ്ങൾ തിരയുന്നതിനും വെബ്സൈറ്റുകൾ കണ്ടെത്താനുമുള്ള ഒരു പ്രധാന ഉപാധിയാണിത്. സഫേദ് മുസലിയുടെ ഏത് ഭാഗമാണ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? കിഴങ്ങ്. ആയുർവേദത്തിൽ ഔഷധഗുണമുള്ള സസ്യമാണ് സഫേദ് മുസലി. ഇതിന്റെ കിഴങ്ങുകൾ പരമ്പരാഗത ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. കാസികളും ഗാരോകളും ഏത് സംസ്ഥാനത്തെ ജനതയാണ്? മേഘാലയ. കാസി, ഗാരോ വിഭാഗങ്ങൾ മേഘാലയ സംസ്ഥാനത്തിലെ പ്രധാന ഗോത്രവർഗങ്ങളാണ്. ഈ സമൂഹങ്ങൾക്ക് തനതായ ഭാഷയും സംസ്കാരവുമുണ്ട്. സന്തോഷ് ട്രോഫി ആരംഭിച്ച വർഷം? 1941. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ ഫുട്ബോൾ ടൂർണമെന്റുകളിലൊന്നായ സന്തോഷ് ട്രോഫി 1941 ആരംഭിച്ചു. ഇത് ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം? ചെന്നൈ. ഇന്ത്യൻ റെയിൽവേയുടെ 18 സോണുകളിൽ ഒന്നായ സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. ദക്ഷിണേന്ത്യയിലെ റെയിൽവേ പ്രവർത്തനങ്ങൾ ഇത് നിയന്ത്രിക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആദ്യമായി കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി? ഇറ്റലി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികളിൽ ആദ്യമായി കീഴടങ്ങിയ രാജ്യം ഇറ്റലിയായിരുന്നു. 1943 സഖ്യകക്ഷികളുടെ ആക്രമണത്തെ തുടർന്ന് ഇറ്റലി കീഴടങ്ങി. കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ്? പോളിഗ്രാഫ്. കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പോളിഗ്രാഫ്. ഇത് ശരീരത്തിലെ വിവിധ ശാരീരിക മാറ്റങ്ങളെ നിരീക്ഷിച്ചു പ്രവർത്തിക്കുന്നു. കർണാടക സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതി? കർണാടക രത്നം. കർണാടക സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് കർണാടക രത്നം. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഷാജഹാൻ അന്തരിച്ച വർഷം? 1666. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ 1666 ആഗ്രയിൽ വെച്ച് അന്തരിച്ചു. താജ്മഹൽ ഉൾപ്പെടെ നിരവധി വാസ്തുവിദ്യാ വിസ്മയങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. ഷാജഹാൻ എന്ന വാക്കിനർത്ഥം? ലോകത്തിന്റെ രാജാവ്. പേർഷ്യൻ ഭാഷയിൽ ഷാജഹാൻ എന്ന വാക്കിന് ലോകത്തിന്റെ രാജാവ് അഥവാ ലോകത്തിന്റെ ഭരണാധികാരി എന്നാണ് അർത്ഥമാക്കുന്നത്. സഹോദരസംഘം സ്ഥാപിച്ചത്?
സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ 1917-ൽ ചെറായിൽ വെച്ച് സഹോദര സംഘം സ്ഥാപിച്ചു. ജാതിവിവേചനം ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം എവിടെയാണ്? കൃഷ്ണപുരം കൊട്ടാരത്തിൽ. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് പ്രശസ്തമായ ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രങ്ങളിൽ ഒന്നാണ്. ഷാജഹാൻ ചക്രവർത്തി തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതുവരെ മുഗൾ ചക്രവർത്തിമാരുടെ തലസ്ഥാനം ഏതായിരുന്നു? ആഗ്ര. ഷാജഹാൻ ചക്രവർത്തി മുഗൾ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നതുവരെ ആഗ്രയായിരുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ആഗ്രയിൽ താജ്മഹൽ ഉൾപ്പെടെ നിരവധി ചരിത്രസ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഷാജഹാൻ ജനിച്ച സ്ഥലം? ലാഹോർ. 1592. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ 1592-ൽ ലാഹോറിലാണ് ജനിച്ചത്. അന്ന് ലാഹോർ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഈശ്വരൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനിയുമല്ല എന്ന ഗാനം രചിച്ചത്? വയലാർ രാമവർമ്മ. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ഈശ്വരൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനിയുമല്ല എന്ന ഗാനം രചിച്ചത് പ്രമുഖ മലയാള കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയാണ്. ഇത് കേരളത്തിന്റെ സാംസ്കാരിക മതേതരത്വ കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം നൽകുന്നു. ഷാജഹാൻ തടവിലായിരുന്നപ്പോൾ പരിചരിച്ചിരുന്ന മകൾ? ജഹാനാര. ഷാജഹാനെ മകൻ ഔറംഗസേബ് ആഗ്ര കോട്ടയിൽ തടവിലാക്കിയപ്പോൾ അദ്ദേഹത്തെ പരിചരിച്ചത് മകൾ ജഹാനാര ബീഗുമായിരുന്നു. 8 വർഷത്തോളം അവർ പിതാവിനെ ശുശ്രൂഷിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒടുവിൽ കീഴടങ്ങിയ അച്ചുതണ്ട് ശക്തി? ജപ്പാൻ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികളിൽ ഒടുവിൽ കീഴടങ്ങിയ രാജ്യം ജപ്പാനാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചതിനു ശേഷമാണ് ജപ്പാൻ കീഴടങ്ങിയത്. ഷാജഹാൻ മുഗൾ ചക്രവർത്തിയായ വർഷം? 1628. ഷാജഹാൻ 1628-ൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി സ്ഥാനമേറ്റു. അദ്ദേഹത്തിന്റെ ഭരണകാലം മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി? പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയായിരുന്നു 1948-ൽ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. പിന്നീട് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പഞ്ചാബിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ഗവർണറുമായി. ധാർ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം? ജയ്സാൽമേർ. രാജസ്ഥാനിലെ ധാർ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നഗരമാണ് ജയ്സാൽമേർ. സുവർണ നഗരം എന്നും ഇത് അറിയപ്പെടുന്നു. ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത്? രാഷ്ട്രപതി. ഇന്ത്യയിലെ ഹൈക്കോടതികളിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമായ ഒരു പ്രധാന പ്രക്രിയയാണ്. കാലാവസ്ഥാ തണുപ്പ് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം? ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിന്റെ ഭൂരിഭാഗം പ്രദേശവും മഞ്ഞുമൂടിക്കിടക്കുന്നതിനാൽ കാലാവസ്ഥാ തണുപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണിത്. ആർട്ടിക് സർക്കിളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ അതിശൈത്യമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. തായ്ലൻഡ്, കംബോഡിയ, മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ പ്രദേശങ്ങൾ കീഴടക്കിയ ചോള രാജാവ്? രാജേന്ദ്ര ചോളൻ. ചോള രാജാവായ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡ്, കംബോഡിയ, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ പ്രദേശങ്ങൾ കീഴടക്കി. ഇത് ചോള സാമ്രാജ്യത്തിന്റെ നാവികശക്തിയുടെയും സൈനിക വിജയങ്ങളുടെയും തെളിവാണ്. താഷ്കെന്റ് കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും. 1966-ൽ സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച താഷ്കെന്റ് കരാറിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ഒപ്പുവെച്ചു. 1965-ലെ ഇന്ത്യ-പാക് യുദ്ധത്തിന് ശേഷമായിരുന്നു ഈ കരാർ. ജോർദാൻ നദിയുടെ പതനം ഏത് കടലിൽ? ചാവുകടൽ. ജോർദാൻ നദി ചാവുകടലിലാണ് ഡെഡ് സീ ചെന്നുചേരുന്നത്. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ജലാശയവും ഉയർന്ന ലവണാംശമുള്ളതുമാണ് ചാവുകടൽ. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്ത്?
കർണാടകം. കർണാടക സംസ്ഥാനത്തിലെ ഷിമോഗ ജില്ലയിൽ ശരാവതി നദിയിലുള്ള ഒരു പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണിത്. ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന നോവലിന്റെ പശ്ചാത്തലത്തിന് നിദാനമായ യുദ്ധം. നെപ്പോളിയന്റെ റഷ്യൻ ആക്രമണം. ലിയോ ടോൾസ്റ്റോയിയുടെ വിഖ്യാത നോവലായ യുദ്ധവും സമാധാനവും നെപ്പോളിയന്റെ റഷ്യൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് രചിച്ചത്. 1812 റഷ്യൻ ആക്രമണവും അതിനുശേഷമുള്ള സംഭവങ്ങളുമാണ് നോവലിലെ പ്രധാന ഇതിവൃത്തം. ടോളമിയുടെ പുസ്തകത്തിൽ സൗബ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശം ഗോവ. പ്രാചീന ഗ്രീക്ക് ഭൂമിശാസ്ത്രജ്ഞനായ ടോളമിയുടെ പുസ്തകത്തിൽ സൗബ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശം ഇന്നത്തെ ഗോവയാണെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഇത് ഗോവയുടെ ചരിത്രപരമായ പ്രാധാന്യം വെളിവാക്കുന്നു. ജ്യോതിഷശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം മുതലായവയിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ജ്യോതിഷം, ഗണിതം, വൈദ്യശാസ്ത്രം എന്നിവയിൽ അഗാധമായ അറിവുണ്ടായിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകമേത്? ജീവകമി. ടോക്കോഫെറോൾ എന്നത് ജീവകമിയുടെ രാസനാമമാണ്. ഇത് ഒരു ആന്റിഓക്സിഡന്റായി പ്രവർത്തിക്കുകയും ശരീരത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതവുമാണ്. ലോഗരിതം കണ്ടുപിടിച്ചത് ജോൺ നേപ്പിയർ. സ്കോട്ടിഷ് ഗണിതശാസ്ത്രജ്ഞനായ ജോൺ നേപ്പിയർ ആണ് ലോഗരിതം കണ്ടുപിടിച്ചത്. ഇത് വലിയ സംഖ്യകളുടെ ഗുണനവും ഹരണവും ലളിതമാക്കാൻ സഹായിച്ചു.